അള്ളാഹു അവൻ്റെ ദീന് പ്രചരിപ്പിക്കുന്നത് മഹാന്മാരുടെ മഹത്തായ ജീവിതങ്ങളിലൂടെയാണ്. വീട് കയറി നോട്ടീസ് കൊടുക്കുന്ന പരിപാടി അള്ളാഹുവിന് ഇല്ല. വെളിപാടുകളായി എല്ലാവരുടെയും തലയിലേക്ക് മലക്കുകൾ വന്നിറങ്ങുന്ന പരിപാടി ഒരു ഉമ്മത്തിലും ഉണ്ടായിട്ടില്ല. അംബിയായിനെ അള്ളാഹു നിയോഗിച്ചു. അവരുടെ വാരിസുകളെയും അസ്ഹാബിനെയും അള്ളാഹു നിയോഗിച്ചു. അവരുടെ ജീവിത വിജയങ്ങളിലൂടെയാണ് ദീനിന്റെ പ്രചാരണം അള്ളാഹു നിർവഹിക്കുന്നത്. ആ മേൽവിലാസമാണ് അള്ളാഹു ഖുർആനിൽ പറഞ്ഞത്, വദാലിക ദീനുൽ ഖയ്യിമ. പണ്ഡിതന്മാർ തഫ്സീർ പറഞ്ഞു, വദാലിക ദീനുൽ ഫിഅത്തിൽ ഖയ്യിമ. മഹാത്മാക്കളുടെ പ്രസ്ഥാനമാണ് പരിശുദ്ധ ദീൻ. ആ മഹത്തുക്കൾ എന്ന് പറയുന്നവർ ആരാണ്? ഹും ദറജാത്തുൻ ഇൻദല്ലാഹ് എന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പരിചയപ്പെടുത്തുന്നു. അവർ ഒരുപാട് പദവികളിലായി ഉള്ളവരാണ്. ആ പദവികളിലേക്ക് അവരെത്തിയതെങ്ങനെയാണ്? യർഫഇല്ലാഹുല്ലദീന ആമനൂ മിൻകും വല്ലദീന ഊതുൽ ഇൽമ ദറജാത്ത്. വിശുദ്ധ ഖുർആനാണ് ആ ദറജാത്തിന്റെ വൈപുല്യം നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. വൈലാ ഹദറാത്തിൽ ഗിയാസി വൽ ഖുതാബി വൽ ഔതാദി വൻ നുഖബാഇ വൽ ബദലാഇ എന്ന് പറയുമ്പോൾ ആരും പല്ലിളിക്കുകയൊന്നും വേണ്ട. ആ പദവികൾ ശരിയായ അള്ളാഹു അംഗീകരിച്ചിട്ടുള്ള പദവികളാണ് എന്ന് നാം മനസ്സിലാക്കണം. മോമിനുകൾ ചെയ്യാനുള്ളത് എന്താണ്? അവരെ പിൻപറ്റലാണ്. വത്തബിഉ സബീല മൻ അനാബ ഇലയ്യ. എന്നിലേക്ക് വല്ലാത്ത വിധേയത്വം കാണിച്ച് അങ്ങനെ ജീവിച്ച മഹത്തുക്കൾ തീർച്ചയായും അവരെ പിൻപറ്റണം എന്ന് പരിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിക്കുകയാണ്. അവരെ പിൻപറ്റിയാലേ സ്വർഗമുള്ളൂ എന്നു തന്നെയാണ് ഖുർആൻ പറഞ്ഞത്. ഇന്നല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത്. ഈമാനും സൽക്കർമ്മങ്ങളും ഞാൻ വിശദീകരിക്കുന്നില്ല. ഇത് രണ്ടും മാത്രം മതിയോ? പോരാ. വഅഖ്ബതു ഇലാ റബ്ബിഹിം. റബ്ബിലേക്ക് മുറിഞ്ഞു വീണ് സമ്പാദ്യത്തെ, കുടുംബത്തെ, സമയത്തെ, എല്ലാറ്റിനെയും തന്നെ തന്നെ അള്ളാഹുവിലേക്ക് സമർപ്പിച്ചിട്ടുള്ള മഹത്തുക്കൾ. ഹും അസ്ഹാബുൽ ജന്ന. അവരാണ് സ്വർഗത്തിന്റെ അഹ്ലുകാർ. ഇത് നമ്മൾ മനസ്സിലാക്കുക. മഹത്തുക്കൾ അള്ളാഹുവിന് വേണ്ടി സമർപ്പിച്ച അവരുടെ ജീവിതത്തിലെ ആ ഒരു ശൈലി ചിലപ്പോൾ ഇഹ്റാമിന്റെ വേഷത്തിൽ അവരെ കാണപ്പെടുകയാണ്. മിനയിൽ താമസിക്കുന്നവർ മേൽ ആകാശം, താഴെ ഭൂമി, അതിനിടയിൽ ഒരു കൂടാരമുണ്ടെങ്കിൽ അതൊരു തുണിയുടെ ടെന്റ് മാത്രം. മുസ്ദലിഫയിൽ രാപ്പാർക്കുന്നവർക്ക് ആ ടെന്റും ഇല്ല. ഇങ്ങനെയൊക്കെ ജീവിതം തുറന്ന് അള്ളാഹുവിന്റെ മുമ്പിൽ അങ്ങനെ സമർപ്പിക്കപ്പെട്ട പല ഉദാഹരണങ്ങളും ഇവരെ കാണുമ്പോൾ പലർക്കും തോന്നുകയാണ്, ഇത് ഭാരതീയ സന്യാസിമാരോട് കോപ്പിയടിച്ചതാണ്. ബുദ്ധ ഭിക്ഷുക്കളോട് അവരിൽ നിന്ന് പകർത്തി എഴുതിയതാണ്. മിണ്ടിപ്പോകരുത്. ഈമാനില്ലാതെ ചത്തുപോകും. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. ഇസ്ലാമിന്റെ 5 കാര്യങ്ങൾ, ഈമാനിന്റെ 6 കാര്യങ്ങൾ, അതോടൊപ്പം ഇഹ്സാൻ എന്നതും ജിബ്രീൽ പഠിപ്പിച്ചതാണ്. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതാണ്. ആ ഇഹ്സാന്റെ കോളങ്ങളാണ് മഹത്തുക്കളുടെ ജീവിതം എന്ന് നാം ശരിക്കും മനസ്സിലാക്കുക. ആ മഹത്തുക്കളെ പിൻപറ്റുമ്പോഴാണ് നമുക്ക് ജീവിതം അർത്ഥപൂർണമാകുന്നത്. അപ്പോഴാണ് നമ്മുടെ വാചകങ്ങൾ തന്നെ ശരിയായിത്തീരുന്നത്. ഉദാഹരണം,
വജ്ജഹ്തു വജ്ഹിയ എന്ന് ഞാൻ പറയുമ്പോൾ ഞാൻ എന്നെ തന്നെ റബ്ബിന് സമർപ്പിച്ചുവെന്നാണ് പറയുന്നത്. ആ വാക്ക് കളവായാലോ? നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് 5 വഖ്ത് നിസ്കാരത്തിന്റെ തുടക്കത്തിൽ തന്നെ സത്യവാങ്മൂലം അതുതന്നെ കളവായി പോയാലോ? നമ്മുടെയൊക്കെ അവസ്ഥ പലപ്പോഴും അതാണ്. അതേ സമയം മഹത്തുക്കൾ വജ്ജഹ്തു വജ്ഹിയ എന്ന് അവർ പറഞ്ഞാൽ ഉലൈക ഹുമുസ് സ്വാദിഖൂൻ, അവരെ പറഞ്ഞത് വാസ്തവമാണ്. മിനൽ മുഅ്മിനീൻ, ഖുർആനിൽ അല്ലാഹു മഹത്തുക്കളെ പരിചയപ്പെടുത്തുന്നു. യഥാർത്ഥ വിശ്വാസികളിൽപ്പെട്ടവരാണ് റിജാൽ, ചില മഹാവ്യക്തിത്വങ്ങൾ. സ്വദഖൂ മാ അഹദുല്ലാഹ അലൈഹി, റബ്ബിനോട് അവർ ചെയ്ത കരാറുകളൊക്കെ 100% ശരിയാണ്. വജ്ജഹ്തു വജ്ഹിയ അവർ പറഞ്ഞാൽ വാസ്തവമാണ്. ഇന്ന സ്വലാത്തി വനുസുകി വമഹയായ വമമാതി, എൻ്റെ നിസ്കാരം, എൻ്റെ അംഗവിക്ഷേപങ്ങൾ, ജീവിതത്തിലെ സൽക്കർമ്മങ്ങൾ മുഴുവനും, മഹയായ എൻ്റെ ജീവിതം മുഴുക്കേയും, മമാതി എൻ്റെ മരണം തന്നെയും, ലില്ലാഹ്, ഉള്ളറിഞ്ഞ് അങ്ങനെ പറയുന്നവരാര്? മിനൽ മുഅ്മിനീന റിജാൽ, ആ മഹാവ്യക്തിത്വങ്ങൾ. സ്വദഖൂ മാ അഹദുല്ലാഹ അലൈഹി, അവര് അല്ലാഹുവോട് പറഞ്ഞ ഓരോ വാക്കും സത്യമാണ്. അവർ ചെയ്ത കരാറുകൾ അച്ചട്ടാണ്, ക്ലിയറാണ്. ആയത്തിന്റെ അവസാന ഭാഗം വമാ ബദ്ദലൂ തബ്ദീലാ, അവരൊന്നും ഭേദഗതി വരുത്തിയവരല്ല, അവരൊന്നും മാറ്റിപ്പറഞ്ഞവരല്ല, അവര് ദീനിൽ നിന്ന് അപ്പുറത്തേക്ക് കളം മാറിപ്പോയവർ അല്ല. അവർ ഭാരതീയ സന്യാസികളിൽ നിന്ന് ഒന്നും കോപ്പിയടിച്ചിട്ടില്ല. അവർ ബുദ്ധ ഭിക്ഷുക്കളോടോ മറ്റോ ഒന്നും കടം വാങ്ങിയിട്ടില്ല. വമാ ബദ്ദലൂ തബ്ദീലാ, മഹാന്മാരെ പറ്റി ഇത്ര വരികളിലാണ് അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ പരിചയപ്പെടുത്തുന്നത്. പറഞ്ഞാൽ തീരൂല. ആ മഹത്തുക്കൾ ഒരു പ്രത്യേക ചാപ്റ്റർ തന്നെയാണ്. ചില ആളുകൾ പറയും മഹാന്മാരായിക്കോട്ടെ, ഇനി ഞങ്ങൾ എതിരില്ല, അവരവിടെ ഇരുന്നോട്ടെ, നമ്മൾ അവരെ പിന്നാലെ കൂടണോ? അങ്ങനെ പറഞ്ഞ് ലാഘവത്തോടെ ആരും പൊയ്ക്കളയണ്ട. എല്ലാവരെയും പടച്ച റബ്ബ് ക്ലാസിഫിക്കേഷൻ നടത്തി 3 ഇനം. അല്ലാഹു അതാണ് സൂറത്തുൽ വാഖിഅയിൽ തുടക്കത്തിലും അവസാനത്തിലും നമ്മോട് പറഞ്ഞത്. സൂറത്തുൽ വാഖിഅ എല്ലാ ദിവസവും ഓതണം. എല്ലാ കഷ്ടപ്പാടും തീരും, എല്ലാ വസ്വാസും മാറും. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ദാരിദ്ര്യവും വിഷമവും അല്ലാഹു തീർത്തും ഒഴിവാക്കി തന്ന് സലാമത്തിന്റെ വഴി അല്ലാഹു നൽകുമാറാകട്ടെ. അവിടെ അല്ലാഹു പറയുന്നു അസ്ഹാബുൽ മൈമന, നന്മയുടെ ആളുകൾ, വഅസ്ഹാബുൽ മശ്അമ, തിന്മയുടെ ആളുകൾ. കഴിഞ്ഞില്ലേ? 3 കാറ്റഗറി ഇല്ലല്ലോ, 2 കാറ്റഗറി അല്ലേ ഉള്ളൂ. അസ്ഹാബുൽ മൈമന, നന്മയുടെ ആളുകൾ. അസ്ഹാബുൽ മശ്അമ, ശുഉമ, അവലക്ഷണം, വേണ്ടാദീനം, അതിന്റെ അഹ്ലുകാർ. തീർന്നില്ലേ? വേറെ ഏതാണ്? അല്ലല്ല, അല്ലാഹു അങ്ങനെയല്ല ക്ലാസിഫിക്കേഷൻ നടത്തിയത്. അല്ലാഹു പറയുന്നു കുന്തും അസ്വാജൻ സലാസ, നിങ്ങൾ 3 കാറ്റഗറിയാണ്. 3 കാറ്റഗറിയാണ്. ഏതാണ് 3ാമത്തെ കാറ്റഗറി? അവിടെ തന്നെ പറഞ്ഞു വസ്സാബിഖൂന സ്സാബിഖൂൻ, അമല് ചെയ്തു എല്ലാ നാഴിക കല്ലുകളെയും പിന്നിലാക്കി സബ്ഖാണ്, മറികടക്കലാണ്, മുന്നിൽ പായലാണ്, മുന്നേറലാണ്. മുഖറബൂൻ, അവരാണ് നല്ല ആളുകൾ എന്നു ലാഘവത്തോടെ പറഞ്ഞ് സാമാന്യവൽക്കരിച്ചതല്ല അല്ലാഹു.
അതിൽ തന്നെ പ്രത്യേകം എന്ന് പറയാവുന്ന ഒരു ടീമുണ്ട്. അവരുടെ ബാക്കി വരുന്നവരാണ് നല്ലവർ എന്ന് പറഞ്ഞ് സാമാന്യമായി അള്ളാഹു പറഞ്ഞത്. മഹത്തുക്കൾ അതൊരു ചാപ്റ്റർ വേറെ തന്നെ. ഉലൈകൽ മുഖറബൂൻ, ഇഷ്ടദാസന്മാർ. അവരെന്താണ്? അള്ളാഹു പറയുന്നു, ആ മഹാന്മാരായ ഇഷ്ടദാസന്മാർ സുല്ലത്തും മിനൽ അവ്വലീൻ, പണ്ട് ധാരാളം ഉണ്ടായിരുന്നു. സ്വഹാബിമാർ അതിൽപ്പെട്ടവരാണ്, താബിഈങ്ങൾ അതിൽപ്പെട്ടവരാണ്, പിന്നെ ഓരോരോ തലമുറകളിൽ ജീവിച്ച മഹാപുരുഷന്മാർ അവരിൽപ്പെട്ടവരാണ്. എന്നാൽ അവിടെ തീരുന്നില്ല. വഖലീലും മിനൽ ആഖിരീൻ, അവസാന കാലഘട്ടത്തിലും കുറച്ചൊക്കെ. അൽഹംദുലില്ലാഹ്. അതാണ് ഈ മജ്ലിസിൽ നമുക്ക് പറയാനുള്ളത്. അല്ലാഹുവിൻ്റെ ഔലിയാക്കന്മാര് പലരുണ്ട്. അത് മക്കത്തേ ഉള്ളൂ എന്ന് ചിലർ, മദീനത്തേ ഉള്ളൂ എന്ന് ചിലർക്ക് തോന്നുകയാണ്. അറബ് നാട്ടിലേ ഉണ്ടാവൂ എന്ന് ചിലർ ധരിച്ചു വശാവുകയാണ്. അത് പണ്ടൊക്കെ ഉണ്ടാവും, ഇക്കാലത്തുണ്ടോ എന്നാണ് ചിലരുടെ സംശയം. സുബ്ഹാനല്ലാഹ്. എല്ലാ വെള്ളിയാഴ്ചയും ഇത്തഖുല്ലാഹ് നമ്മൾ കേൾക്കുന്നു. കേൾക്കൽ നിർബന്ധമാണ്. ഖതീബ് അങ്ങനെ പറയലും നിർബന്ധമാണ്. അല്ലാഹനെ പേടിക്കണം. അങ്ങനെ പേടിച്ച് പേടിച്ച് ജീവിച്ചവർ ഏത് നാട്ടിലാണെങ്കിലും ഏത് കാലത്താണെങ്കിലും അല്ലാഹു അവർക്ക് പദവി കൊടുക്കും. അല്ലാഹു അവരെ സ്വീകരിക്കും. അവരെ പൊന്നു തമ്പുരാൻ വളരെ വാത്സല്യത്തോടെ പരിഗണിക്കുമെന്ന് ബഹുമാനപ്പെട്ട ഹബീബ് സയ്യിദുനാ റസൂലുള്ളാഹി മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് ഉദാഹരണം പറഞ്ഞത് അൽ മുഹ്റു. അങ്ങനെ ഒരു ജീവിയെ നിങ്ങൾക്കറിയില്ലേ സ്വഹാബിമാരെ? ഏതാണ് ആ ജീവി? ഒട്ടകക്കുട്ടിയാണ്. ഒട്ടകം വലിയ ജീവിയാണ്. ആ ഒട്ടകം മരുഭൂമിയിലൂടെ വാഹനം ഓടിച്ചു പോകുന്നവർക്ക് പേടിയാണ്. പെട്ടെന്നാണ് ഒട്ടകങ്ങൾ റോഡ് ക്രോസ് ചെയ്യുക. പടച്ചവനെ, 120, 160 സ്പീഡിൽ വരുന്ന വാഹനങ്ങൾ പെട്ടെന്ന് ബ്രേക്ക് പിടിച്ചാലും കിട്ടൂല. ഈ ഒട്ടകത്തെ ഒട്ട് മുന്നിൽ തെളിഞ്ഞു കാണൂല്ല. മരുഭൂമിയുടെ ആ ഒരു നരച്ച കളറും തിരിച്ചറിയുന്നുമില്ല. ഒട്ടകത്തിന്റെ കാലിൽ ഇടിച്ചാൽ കാറിന് മുകളിലേക്ക് ഒട്ടകം മറിഞ്ഞു വീഴും. കാർ ഒന്നാകെ പഞ്ചറാകും. അതിനടിയിൽപ്പെട്ട ആളുകൾ മുഴുവനും ജിഞ്ചർ, അവര് ഇഞ്ചി പരുവത്തിൽ ചതഞ്ഞുപോയി. വലിയ മുസീബത്താണ്. ഒട്ടകം പെരുമ്പടപ്പാണ്. ആ ഒട്ടകം പെറ്റിടുന്ന മക്കളോ ചെറിയ കുട്ടികളാണ്. കണ്ടാൽ തന്നെ നമുക്ക് സഹതാപം തോന്നും. കോലു നാരായണന്മാർ, 4 വാൽ 4 കാലും ഒരു ചെറിയ വാലും. കഴുത്തും തലയും ഉണ്ടോന്ന് ചോദിച്ചാൽ ഒരു ചെപ്പിത്തോണ്ടി. അങ്ങനെ ഉണ്ട്. ഈ സാധുവായ മൃഗത്തെ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുട്ടിയെ ഉപമിച്ചുകൊണ്ട് പറയുന്നു, മുഹ്ർ നിങ്ങളുടെ വീടുകളിലുണ്ടല്ലോ. ഒട്ടകത്തിന്റെ കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് പരിചയമുണ്ടല്ലോ. ആ കുഞ്ഞുങ്ങളെ തള്ള പെറ്റിടുന്നത് ഇങ്ങനെയാണല്ലോ. ആ ഒട്ടക കുഞ്ഞുങ്ങളെ പിന്നെ നിങ്ങൾ പാല് കുടിപ്പിച്ചിട്ടും അങ്ങനെ എണ്ണ തേപ്പിച്ചിട്ടും കാറ്റ് കൊള്ളിച്ചിട്ടും കുഞ്ഞിക്കൈകൾ വളരെ കുഞ്ഞിക്കാല് വളരെ നിങ്ങളോരോരുത്തരുമല്ലേ ആ കുഞ്ഞുങ്ങളെ അങ്ങനെ വളർത്തിക്കൊണ്ടുവന്ന് ഒരൊട്ടകത്തിന്റെ കോലത്തിലാക്കി എടുക്കുന്നത് കൂട്ടുകാരെ എന്ന് ചോദിച്ച സയ്യിദുനൽ ഹബീബ് റസൂലുള്ളാഹി അനുഭവമാണ് സ്വഹാബിമാർക്ക് മുഴുവൻ. എന്നിട്ട് അവരോട് അള്ളാന്റെ റസൂല് പറയുകയാണ്, മുഅ്മിനായ ഒരു മനുഷ്യന്റെ നല്ല നിയ്യത്തുള്ള അമല് ഈ ഒട്ടകത്തെ പോലെ, ഈ ഒട്ടകക്കുട്ടിയെ നിങ്ങൾ കുളിപ്പിച്ച് നിങ്ങൾ വളർത്തിയെടുത്ത് ഉഷാറാക്കി കൊണ്ടുവരുന്നത് പോലെ അല്ലാഹു മെച്ചപ്പെടുത്തി അല്ലാഹു അങ്ങനെ ഉഷാറാക്കി ഊതിക്കാച്ചുമെന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. അങ്ങനെ അല്ലാഹു മഹത്തുക്കളെ പ്രോത്സാഹിപ്പിച്ചപ്പോൾ, അവർക്ക് സ്ഥാനക്കയറ്റം കൊടുത്തപ്പോൾ, അവരെ അല്ലാഹു ഉന്നതങ്ങളിലേക്ക് പരിഗണിച്ചപ്പോൾ, അതെ അൽഹംദുലില്ലാ, നമ്മളെ നാടുകളിലും
നമ്മളൊക്കെ ജീവിച്ച കാലങ്ങളിലും തങ്ങൾ കുടുംബം ഒന്നുമല്ല, സാധാരണ നമ്മെ പോലെയൊക്കെയുള്ള കുടുംബങ്ങളോ. അൽഹംദുലില്ലാഹ്, അള്ളാഹു വടകര മദാജിയെ നമുക്ക് കാണിച്ചു തന്നു. അള്ളാഹു CM വലിയുള്ളാനെ കാണിച്ചു തന്നു. ബഹുമാനപ്പെട്ട ചാപ്പനങ്ങാടി ബാപ്പ മുസ്ലിയാരെ അള്ളാഹു കാണിച്ചു തന്നു. മഹാനായ ഗുണ്ടൂർ ഉസ്താദിനെ അള്ളാഹു കാണിച്ചു തന്നു. അന്തറുപ്പാപ്പയെ അള്ളാഹു നമ്മുടെ നാട്ടിൽ നമുക്ക് സമ്മാനിച്ചു. ശൈഖുന EK ഉമർ ഹാജിയെ അള്ളാഹു നമ്മുടെ നാടുകളിൽ നമുക്ക് കാണിച്ചു തന്നു. അൽഹംദുലില്ലാഹ്. സുല്ലത്തും മിനൽ അവ്വലീൻ, പണ്ടൊരുപാട് മഹാത്മാരുണ്ടായിരുന്നു. എന്നാൽ വഖലീലും മിനൽ ആഖിരീൻ, അവസാന കാലത്ത് കുറെ ഒന്നുമില്ലെങ്കിലും കുറച്ചൊക്കെ ഉണ്ടല്ലോ. അൽഹംദുലില്ലാഹ്. ആ മഹത്തുക്കൾ അല്ലാഹു നമുക്ക് ചെയ്ത വലിയ അനുഗ്രഹമാണ്. ആ അനുഗ്രഹം ആസ്വദിച്ചാൽ പോരാ, കോട്ടിപ്പാടണം, പൊരപ്പുറത്തു കയറി വിളിച്ചു കൂവണം എന്ന് അല്ലാഹുവല്ലേ പറഞ്ഞത്. അമ്മാ ബിനിഅമതി റബ്ബിക ഫഹദ്ദിസ്. അല്ലാഹു ചെയ്ത വലിയ അനുഗ്രഹം അത് ലോകത്തോട് വിളിച്ചു പറയണേ. അതിനാണ് മഹാനായ മുത്തിച്ചൂര് അഹമ്മദ് ഹാജി CM വലിയുള്ളാന്റെ മൗലിദ് എഴുതിയത്. അതിനാണ് ബഹുമാനപ്പെട്ട പാലാഴി ഇസ്മായിൽ മദനി ഉസ്താദ് മൗലിദ് എഴുതിയത്. അതിനാണ് കാന്തപുരം ഉസ്താദ് അഹമ്മദുൽ ബദവി തങ്ങളുടെ മൗലിദും അതേപോലെ മഹാന്മാരെ മൗലിദും ഒക്കെ എഴുതിയത്. അമ്മാ ബിനിഅമതി റബ്ബിക ഫഹദ്ദിസ്, ഇത് ഉറക്ക പറയാനുള്ളതാണ്, പൊരപ്പുറത്തു കയറി ഉറക്ക വിളിച്ചു കൂവാനുള്ളതാണ്, ഉയരങ്ങളിൽ ഉദ്ഘോഷിക്കാനുള്ളതാണ്. ആ വകയിലാണ് ഈ സംവിധാനങ്ങൾ മുഴുക്കെയും നമ്മൾ കാണുന്നത്. അല്ലാഹു കബൂലാക്കി തരുമാറാകട്ടെ. അതിനെ ഇഷ്ടപ്പെടുന്ന കുറച്ചാളുകളുണ്ട്. ആ ആളുകൾ അല്ലാഹു ഏൽപ്പിച്ച പണിയാണ് ചെയ്യണത്, മറന്നുപോകണ്ട. അവരെ അല്ലാഹു പരിചയപ്പെടുത്തുന്നു. അല്ലദീന ആമനു, ശരിയായ മുഅ്മിനീങ്ങൾ, അശദ്ദു ഹുബ്ബൻ, നല്ല മഹബ്ബത്തുള്ള മനുഷ്യന്മാരാണ്, നല്ല മഹബ്ബത്തുള്ള ആളുകളാണ്. അവർ ഇഷ്കും പറഞ്ഞു നടക്കും, അതും പാടി നടക്കും. സുബ്ഹാനല്ലാഹ്, എത്ര ദൂരെ എന്നും അവർ പറന്നു വരും, അവർ ഉരുണ്ടു വരും, അവർ എഴഞ്ഞു വരും. അവർക്ക് ലോക്ക്ഡൗൺ പ്രശ്നമാകൂല, അവർക്ക് ബന്ധും കുലുമാലും അവരെ വഴിതടയൂല. വല്ലദീന ആമനൂ അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്, അല്ലാഹുവിന് വേണ്ടി മഹബ്ബത്തും കൊണ്ട് നടക്കുക. ആ ആയത്തിന് പല അർത്ഥവുമുണ്ട്. അല്ലാഹുവോടുള്ള സ്നേഹം ഒരർത്ഥമാണ്. അല്ലാഹുവിന് വേണ്ടി സ്നേഹിക്കേണ്ടവരെ സ്നേഹിക്കുന്നു, ആ സ്നേഹവും പാടി നടക്കുന്നു, അത് ജീവിതത്തിൽ കൊണ്ടു നടക്കുന്നു. വല്ലദീന ആമനൂ, ഈമാൻ തികഞ്ഞവർ ഇങ്ങനെ ഒരു കൂട്ടരാണ്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞുവെങ്കിൽ സുബ്ഹാനല്ലാഹ്, അല്ലാഹു ആ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി തരട്ടെ. CM വലിയുള്ളാന്റെ മുരീദുമാരെ, ബഹുമാനപ്പെട്ടവരുടെ ആശിഖീങ്ങളെ ആ രണ്ട് പട്ടികയിലും പെട്ടവരല്ല, പിന്നിൽ വലിഞ്ഞുകൂടി നടക്കുന്നവരാണ് നമ്മൾ. നമ്മളെയും പടച്ച തമ്പുരാൻ പരിഗണിക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്താണ് പറഞ്ഞത്? അവിടുന്ന് പറഞ്ഞു, അന്നബിയു ഫിൽ ജന്ന, അന്നബിയു അർത്ഥം വെക്കുന്നത് ശ്രദ്ധിക്കണേ. അൽഹംദു, സർവസ്തുതിയും ഇസ്തിഗ്റാഖിന്റെ അലിഫ്ലാമാണ്. അതുപോലെ അർത്ഥം പറയണം. അന്നബിയു, എല്ലാ നബിമാരും സ്വർഗത്തിലാണ്. വസ്സുദ്ദീഖു ഫിൽ ജന്ന, സുദ്ദീഖുൽ അക്ബർ തങ്ങൾ സുദ്ദീഖാണ്. മറിയം ബീവിയെ പെറ്റുപോറ്റിയ ബഹുമാനപ്പെട്ട ഈസാ നബിയെ പെറ്റുപോറ്റിയ മറിയം ബീവി, അവര് സുദ്ദീഖത്താണ് എന്ന് ഖുർആൻ
ഖുർആൻ ആയിഷത്തു സിദ്ദീഖ ബഹുമാനപ്പെട്ട മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വർഗത്തിലെയും പ്രിയപ്പെട്ട പത്നി ഉമ്മുൽ മുഅ്മിനീൻ ഏറ്റവും ഇഷ്ടമുള്ള ആയിഷത്തു അഹബ്ബു ഇലയ്യ ബഹുമാനപ്പെട്ട മഹദി സിദ്ദീഖത്തുകളിൽപ്പെട്ടവരാണ്. ഇങ്ങനെയുള്ള സിദ്ദീഖുമാർ അവരിലാണും പെണ്ണും ഉണ്ടാവും. അവരൊക്കെ സ്വർഗത്തിലാണ്. പരിശുദ്ധമായ സ്വർഗീയ ലോകം അല്ലാഹു നൽകുന്നത് ഇവർക്ക്. അന്നബിയു ഫിൽ ജന്ന വസ്സുദ്ദീഖു ഫിൽ ജന്ന. പിന്നെ ആരാണ് സ്വർഗത്തിലുള്ളത്? മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, വല്ലദീ യസൂറു അഖൻ ലഹു ഫില്ലാഹ്. അല്ലാഹുവിന് വേണ്ടി നിങ്ങൾ സ്നേഹിച്ച ഒരാൾ, ആ ആളെ സ്നേഹിച്ചിട്ട് നിങ്ങൾ മടവൂര് പോയാൽ, നിങ്ങൾ അജ്മീറിൽ പോയാൽ, നിങ്ങൾ മമ്പുറത്തു ചെന്നാൽ, നിങ്ങൾ ബഗ്ദാദിൽ ചെന്നാൽ, നിങ്ങൾ മദീനത്തു ചെന്നാൽ, ആ യാത്ര സ്വർഗീയ യാത്രയാണ് എന്ന് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ. ആ അർത്ഥത്തിൽ വേണം. ഇതൊരു മാമൂലാണ് എന്നാരും കരുതരുത്. ഇത് ജീവിതം കൊണ്ട് അല്ലാഹു നമുക്ക് നൽകിയ ഏറ്റവും വലിയ സൽക്കർമ്മങ്ങളാണ്. മഹത്തുക്കൾക്കൊപ്പം. ഈ മുദ്രാവാക്യം നമ്മൾ മറന്നുപോകരുത്. ഈ മുദ്രാവാക്യം നമ്മൾ തമാശയാക്കരുത്. ആരെങ്കിലും പരിഹസിക്കുമ്പോൾ ഏതോ ചില അക്ഷര പിശകിന്റെ പേരിൽ അതിനൊന്നും നമ്മളാരും ചിരിച്ചു ചേർന്ന് അതിന് ന്യായം പറഞ്ഞു കൊടുക്കരുത്. അതിനെ പിന്തുണച്ച് പരിശുദ്ധ ദീനിന്റെ വക്താക്കളെ നമ്മൾ കൊച്ചാക്കി കളയരുത്. വളരെ വളരെ സൂക്ഷിക്കണം എന്ന് സാന്ദർഭികമായി ഓർമ്മിപ്പിക്കുന്നു.